ഹലോ ഫ്രണ്ട്സ്, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖല്ലേ? ഇവിടെയും സുഖം തന്നെ കേട്ടോ. അപ്പം നമുക്ക് രാവിലത്തെ ചായയും പലഹാരമൊക്കെ ഉണ്ടാക്കാൻ നോക്കാം. എന്തോരം മഞ്ഞാണെന്ന് പറയാൻ പറ്റില്ല. അത്ര സ്കിന്നിനൊക്കെ ഭയങ്കരമായിട്ട് ഡ്രൈ ഒക്കെ ആയിട്ട് വരുന്നൊരു സമയമാണ്. ചുണ്ടൊക്കെ വിണ്ട് കയറി അങ്ങനെയൊക്കെയാണ്. അപ്പം ഞാൻ നിങ്ങൾക്ക് അതിനുള്ളൊരു ടിപ്പും കൂടെ പറഞ്ഞു തരാം കേട്ടോ. നമ്മുടെ സ്കിന്നൊക്കെ ഡ്രൈ ആവാതിരിക്കാനും ചുണ്ടൊക്കെ പൊട്ടുന്നതൊന്ന് തടയാൻ വേണ്ടിയിട്ടും, ഇനി പൊട്ടിയിട്ടുണ്ടെങ്കിൽ തന്നെ അത് പെട്ടെന്ന് മാറി കിട്ടാൻ വേണ്ടിയിട്ടും. ചുണ്ടൊക്കെ വിണ്ട് കയറിയാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്, സംസാരിക്കാൻ ബുദ്ധിമുട്ടാണ്, നമുക്കൊന്ന് ചിരിക്കാൻ ബുദ്ധിമുട്ടാണ് അല്ലേ. അപ്പോൾ ആ ഒരു വിള്ളലൊക്കെ മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ടൊക്കെ ഉള്ള ചെറിയ ഒരു കുഞ്ഞ് ടിപ്പൊക്കെ ഞാൻ പറഞ്ഞു തരാം. ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ളതാണ്. അപ്പോൾ എന്തായാലും നമുക്ക് രാവിലത്തെ കാര്യങ്ങളിലേക്കൊക്കെ പോവാം. അപ്പോൾ ദോശയും ഒരു വെള്ളച്ചട്ടണിയാണ് ഇന്ന് ഉണ്ടാക്കുന്നത്. ഇപ്പോൾ 2 ദിവസമായിട്ട് നല്ല കാറ്റും കൂടെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് നല്ല ശക്തമായ കാറ്റ് വീശുന്നുണ്ട്. ചൂട് കാറ്റാണ്. ഉച്ച സമയമൊക്കെ ആകുമ്പോഴാണ് കൂടുതലും. അപ്പോൾ നമ്മുടെ സ്കിന്നൊക്കെ കൂടുതൽ ഡ്രൈ ആയിട്ട് എനിക്കിങ്ങനെ തോന്നാറുണ്ട്. ഒരു വലിഞ്ഞ് മുറുകിയ മാതിരിയൊക്കെ തോന്നാറുണ്ട്. എല്ലായിടത്തും ഇതേ കാലാവസ്ഥയാണോന്നൊന്നും അറിയില്ല കേട്ടോ. ഞങ്ങളുടെ ഭാഗത്ത് ഇപ്പോൾ ഇങ്ങനെയൊക്കെയാണ്. എല്ലാവരും പറയുകയാണ് ഉച്ച സമയമാകുമ്പോഴേക്ക് ചുട്ടിട്ട് പുറത്തിറങ്ങാൻ പറ്റണില്ല എന്നൊക്കെയാണ് എല്ലാവരും പറയണത്. പക്ഷേ പണി ചെയ്യുന്നവർക്കും അല്ലെങ്കിൽ നമുക്കൊക്കെ തന്നെ ഇപ്പോൾ വീട്ടിലിരിക്കുന്ന ആൾക്കാരാണെങ്കിൽ നമുക്ക് എന്തെല്ലാം കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് പുറത്തിറങ്ങണം. അങ്ങനെ നമ്മൾ ചൂട് കൊള്ളില്ല, വെയിൽ കൊള്ളില്ല, അങ്ങനെയൊന്നും വിചാരിച്ച് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ലല്ലോ. നമ്മുടെ ലൈഫ് സ്റ്റൈലിന് അനുസരിച്ച് നമുക്ക് മുന്നോട്ട് പോയാലേ പറ്റുള്ളൂ. എന്തൊക്കെ വേണം വേണ്ട എന്നുള്ളത് ഓരോരുത്തരുടെയും അവസ്ഥയ്ക്ക് അനുസരിച്ചൊക്കെ ആയിരിക്കും അല്ലേ. അപ്പോൾ പരമാവധി നമ്മൾ ആവശ്യമില്ലെങ്കിൽ ചൂടും വെയിലൊന്നും കൊള്ളാതിരിക്കുക എന്ന് മാത്രമേ പറ്റുള്ളൂ. നമ്മുടെ ജീവിതത്തിന് എന്തൊക്കെ എങ്ങനെയൊക്കെ എന്ന് വിചാരിച്ചാൽ അവസ്ഥയ്ക്ക് അനുസരിച്ചൊക്കെ നമ്മൾ മുന്നോട്ട് പോവുക എന്നുള്ളതല്ലേ നമുക്ക് പറ്റുള്ളൂ. ചുണ്ട് വിണ്ട് കയറുന്നതിന് ഏറ്റവും ബെസ്റ്റായിട്ട് തോന്നിയിട്ടുള്ളത് വെണ്ണയാണ് കേട്ടോ. അതൊക്കെ വീട്ടിലുണ്ടെങ്കിൽ വെണ്ണയോ നെയ്യോ എന്തെങ്കിലുമൊക്കെ നമ്മുടെ ചുണ്ടിൽ തേച്ച് കൊടുക്കുക. അപ്പോൾ നമുക്ക് അത്രയും ഡ്രൈ ആയിട്ടില്ല, ചുണ്ട് പൊട്ടും ചെയ്യില്ല. കുളി കഴിഞ്ഞ് വന്നതിന് ശേഷം കുറച്ച് വാസലിൻ തേച്ച് കൊടുക്കുക. നമ്മുടെ കയ്യിലും കാലിലും ഒക്കെ, മുഖത്തും ഒക്കെ തേക്കാം കേട്ടോ. അപ്പോൾ അത്രയും ഡ്രൈ ആയിരിക്കുന്നത് വളരെ കുറവായിട്ട് തോന്നും. എന്തായാലും ഞാൻ കൂടുതൽ സമയം വാചകടിച്ച് നിൽക്കുന്നില്ല. മക്കളൊക്കെ എണീറ്റ് വരുമ്പോഴേക്ക് ചായയും പലഹാരവും ഉണ്ടാക്കി വെക്കണം. പിന്നെ ശ്രുതിക്കുന്ന ഷൂട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ നേരത്തെ പോകണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഏതായാലും ചായയും പലഹാരവും ഉണ്ടാക്കാൻ നോക്കട്ടെ. അതിനിടയ്ക്ക് ഞാൻ നിങ്ങളോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാം കേട്ടോ. ഞങ്ങളുടെ തിരുവാതിരക്കളീൻ്റെ എല്ലാ ഒരുക്കങ്ങളും ഏകദേശമൊക്കെ റെഡിയായി വന്നിട്ടുണ്ട്. സെറ്റ് മുണ്ടെടുത്തു. പിന്നെ ഞങ്ങൾക്ക് കളിക്ക് ആവശ്യമായ ഓർണമെൻറ്റ്സൊക്കെ എല്ലാം സെറ്റാക്കി. ഒക്കെ അതിന് മാച്ച് ചെയ്ത സംഭവങ്ങളാണ് എടുത്തിട്ടുള്ളത്. എന്തായാലും കളറൊന്നും ഞാൻ നിങ്ങളോട് മുൻകൂട്ടി പറയുന്നില്ല കേട്ടോ. കാരണം അത് അപ്പോൾ ഇട്ടിട്ട് കാണുമ്പോഴല്ലേ രസം. അല്ലെങ്കിൽ ഞാൻ ഒരുങ്ങി പോവാൻ നിൽക്കുമ്പോൾ ഞാൻ ചിലപ്പോൾ വീഡിയോ ചെയ്യണം എന്നൊക്കെ വിചാരിക്കുന്നുണ്ട്. അപ്പോൾ കാണുമ്പോഴല്ലേ രസമുള്ളൂ. മുൻകൂട്ടി പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ നിങ്ങൾക്ക് പെട്ടെന്ന് കാണുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു എഫക്റ്റ് ഇല്ലാതെയല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ കളറൊന്നും പറയുന്നില്ല. എല്ലാം സെറ്റായിട്ടുണ്ട്. ഇനി പൂ മാത്രമാണ് നമുക്ക് അപ്പോൾ മേടിക്കേണ്ടതുള്ളൂ. മുല്ലപ്പൂ ഓർഡർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ഈവനിങ്ങിൽ എത്തുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. നാളെ ഈവനിങ്ങിലാണല്ലോ നമ്മുടെ പരിപാടി. അപ്പോൾ ഒരുപാട് പേരുടെ ഡാൻസും പിന്നെ പാട്ടും അങ്ങനെയുള്ള ഒരുപാട് ഐറ്റംസ് അമ്പലത്തിൽ ഉണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു പകുതി ഭാഗം ആവുമ്പോഴായിരിക്കും ഞങ്ങളുടെ തിരുവാതിര വരുന്നത്. കുറേ കുഞ്ഞുമക്കളുടെ കലാപരിപാടികളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആദ്യം അവരുടെ പരിപാടികളൊക്കെ ആയിരിക്കും. അത് കഴിഞ്ഞതിന് ശേഷമായിരിക്കും ഞങ്ങളുടെ പ്രോഗ്രാം. ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഭയങ്കര ചൂടല്ലേ. ഉച്ചയാകുമ്പോഴേക്കും ചൂട് കാറ്റ് തന്നെ വീശാറുണ്ട് കേട്ടോ. അപ്പോൾ ഭയങ്കരമായിട്ട് ആവി എടുക്കുന്നൊരു അവസ്ഥയാണ്. അപ്പോൾ ഞങ്ങൾ ഉച്ചയ്ക്ക് ശേഷം ഒരു 4:30 ശേഷമാണ് കേട്ടോ ഞങ്ങളുടെ പ്രാക്ടീസൊക്കെ തുടങ്ങാറുള്ളത്. പിന്നെ ഒരു 6 മണി വരെയൊക്കെ പ്രാക്ടീസ് ചെയ്യും. ചിലപ്പോൾ 5 മണിയാവും. എന്നാലും പരമാവധി 1 മണിക്കൂർ ഞങ്ങൾ എന്തായാലും പ്രാക്ടീസ് ചെയ്യാറുണ്ട്. ഞാനിപ്പോൾ കുറച്ച് ദിവസമായിട്ട് പോവാറില്ല. എന്നാലും എനിക്ക് കളിക്കാൻ ഒരു ബുദ്ധിമുട്ടൊന്നും ഫീൽ ചെയ്തിട്ടില്ല കേട്ടോ. ഞാൻ ആ പാട്ട് വരുമ്പോൾ എനിക്ക് ഏത് സ്റ്റെപ്പാണ് വേണ്ടത് എന്നുള്ളതൊക്കെ കൃത്യമായിട്ട് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. അതുകൊണ്ട് എനിക്ക് പ്രശ്നമൊന്നുമില്ല. പിന്നെ കുറച്ച് ദിവസം പ്രാക്ടീസ് ചെയ്ത് നന്നായി തറവാക്കിയിട്ടാണ് ഞാൻ പിന്നെ ഇപ്പോൾ ഓരോ കാര്യങ്ങൾ വന്നതുകൊണ്ട് പോവാതെ ഇരുന്നത്.
ഇപ്പോൾ 2 ദിവസമായിട്ട് കളിക്കാൻ പോകുന്നുണ്ട്. നന്നായിട്ട് തന്നെ എല്ലാം പഠിച്ചെടുത്തിട്ടുമുണ്ട്. പിന്നെ കൂടെ നിൽക്കുന്ന എല്ലാവരും നന്നായി സപ്പോർട്ട് ചെയ്യണോണ്ട് നമുക്ക് പ്രശ്നമൊന്നുമില്ല. ആർക്കാണ് ചെറിയ പഴിവ് പറ്റുന്നത് വെച്ചാൽ അവരെ തിരുത്തി മുന്നോട്ട് കൊണ്ടുപോകാൻ കൂടെയുള്ള എല്ലാവരും നോക്കാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് വിഷമമൊന്നും ഇനി 2 ദിവസം 4 ദിവസം പോയിട്ടില്ല എന്ന് വെച്ചിട്ട് വരാറില്ല. പിന്നെ കൂടെ കളിക്കുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കലി നമുക്ക് ആ കളിയുടെ ഒരു ശൈലി ഉള്ളത് കൊണ്ട് പെട്ടെന്ന് എല്ലാം അതുപോലെ ചെയ്യാൻ സാധിക്കും. അപ്പോൾ എനിക്കിത് ഭയങ്കര ഇഷ്ടമുള്ളൊരു സംഭവം കൂടിയാണ്. അപ്പോൾ അതുകൊണ്ട് ഒന്നും ഒരു പ്രയാസമായിട്ട് എനിക്ക് തോന്നാറില്ല. പെട്ടെന്ന് കളിച്ച് എടുക്കാൻ എനിക്ക് പറ്റാറുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഞങ്ങളുടെ തിരുവാതിരക്കളിയിലെ കാര്യങ്ങൾ. ഇനിയിപ്പോൾ നാളെ ഈവനിങ്ങിൽ നമുക്ക് പരിപാടി ആയല്ലോ. പിന്നെ ഓരോരുത്തർക്കും ഓരോ ഇഷ്ടങ്ങളായിരിക്കും അല്ലേ. ഞാനിപ്പോൾ നിങ്ങളോട് ഇതിനെക്കുറിച്ചൊക്കെ സംസാരിക്കുമ്പോൾ എൻ്റെ കുടുംബവും മറ്റ് കാര്യങ്ങളും എല്ലാം ഒരുപോലെ മാനേജ് ചെയ്ത് കൊണ്ടുപോകാൻ എനിക്ക് കഴിയുന്നുണ്ട് കേട്ടോ. അപ്പോൾ എനിക്കതൊരു പ്രയാസവശമായിട്ടൊന്നും ഇപ്പോൾ തോന്നുന്നില്ല. പിന്നെ എപ്പോഴും നമുക്കതുപോലെ ആവണം എന്നൊന്നും പറയാൻ പറ്റില്ലല്ലോ. ലൈഫല്ലേ, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എല്ലാ കാര്യങ്ങളും വരാം. പക്ഷേ നമ്മൾ ഓരോരുത്തരെയും ഇഷ്ടങ്ങൾക്കനുസരിച്ച് അല്ലെങ്കിൽ അവനവന് എന്ത് ആണ് താല്പര്യം എന്നത് മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ചൊക്കെ നമ്മുടെ ലൈഫ് കൊണ്ടുപോകാൻ ശ്രമിച്ചാൽ നല്ല രീതിക്ക് തന്നെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും. പിന്നെ ഓരോ വ്യക്തികളും ഓരോ പോലെയല്ലേ. എല്ലാവർക്കും ഒരേ ഇഷ്ടങ്ങളോ ഒരേ ടേസ്റ്റോ ഒന്നും ആയിരിക്കില്ല. പലരും പല അഭിരുചിയുള്ള ആൾക്കാരായിരിക്കും. അവർക്കൊക്കെ അവരുടേതായ പല കഴിവുകളും ഉണ്ടാവും. അതൊക്കെ എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് അതുപോലെയൊക്കെ മുന്നോട്ട് പോകാൻ ശ്രമിക്കുമ്പോൾ സക്സസ് ആയൊരു ലൈഫ് ഉണ്ടാക്കിയെടുക്കാനും പറ്റും. പിന്നെ നമുക്ക് ഇഷ്ടമില്ലാത്ത പല കാര്യങ്ങളിലൂടെ നമ്മൾ പോകുമ്പോൾ മാത്രമാണ് നമ്മൾ ഫ്ലോപ്പായി പോകുന്നത്. അപ്പോൾ എല്ലാവരും അതൊക്കെ മനസ്സിലാക്കിയിട്ട് ജീവിക്കാൻ ശ്രമിക്കുമ്പോൾ ജീവിതം ഭയങ്കര സന്തോഷമായിട്ട് മാറും. അപ്പോൾ ഞാൻ സംസാരിക്കുന്നിടയിൽ എൻ്റെ പാചക പരിപാടികളും ചെയ്യുന്നുണ്ട് കേട്ടോ. തേങ്ങയൊക്കെ ചിരണ്ടിയാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ വെള്ള ചട്നിക്കുള്ള പച്ചമുളകും ഒരു കുഞ്ഞ് ഉള്ളിയൊക്കെ ചേർത്തിട്ട് ഞാൻ ചമ്മന്തി അരച്ചെടുത്തിട്ടുണ്ട്. കടുകും കറിവേപ്പിലയും വറവ് ചേർത്ത് ചട്നി ആക്കിയിട്ടുണ്ട്. ഉപ്പും ചേർത്ത് കൊടുത്തു. പിന്നെ ചിലപ്പോൾ നല്ല തിക്കായിട്ടുള്ള ചട്നി ആയിരിക്കും. ഇന്ന് കുറച്ച് ലൂസായിട്ടുള്ളതാണ് അരച്ചിട്ടുള്ളത്. പിന്നെ ഞാൻ മാവൊക്കെ കൂട്ടി റെഡിയാക്കി വെച്ചായിരുന്നു. ഒരു കലത്തപ്പം ഉണ്ടാക്കി. ചോറൊക്കെ ഞാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. പിന്നെ മുറ്റം അടിക്കണം. അങ്ങനെ കുറച്ച് പുറം ജോലികൾ ചെയ്യാനുണ്ട്. ചെടിക്കൊക്കെ ഒന്ന് നനച്ച് കൊടുക്കണം. 2 നേരം നനച്ചിട്ട് തന്നെ വാടി തളർന്നിട്ടാണ് ചെടികളൊക്കെ നിൽക്കുന്നത്. 3 നേരം നനയ്ക്കണം എന്നുള്ള അവസ്ഥയാണ്. നല്ല വെയിലും കൊള്ളുന്നുണ്ട് കേട്ടോ. വെയിൽ കൊള്ളുമ്പോൾ മാത്രമാണ് പൂക്കൾ ഉണ്ടാവുള്ളൂ. പിന്നെ നന്നായി നനയ്ക്കും വേണം. ഇടയ്ക്കൊക്കെ വളം ചേർത്ത് കൊടുക്കണം. അപ്പോഴാണ് വേനൽക്കാലമായാലും നല്ല പൂക്കൾ ഉണ്ടാകുള്ളൂ. ഇപ്പോൾ എല്ലാ ചെടികളിലും നന്നായി പൂവുണ്ട്. കാരണം നല്ല വെയിൽ തട്ടുന്നുണ്ട്. അപ്പോൾ 2 നേരം നന്നായിട്ട് നനയ്ക്കണമുണ്ട്. പിന്നെ കുറച്ച് ദിവസം മുന്നേ കുറച്ച് ചാണകപ്പൊടി ഒക്കെ ചേർത്തിട്ട് എല്ലാ ചട്ടിയും ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ബാൾസം ചെടിയിലും മറ്റ് തെച്ചിയും ഒക്കെ നന്നായിട്ട് പൂവിട്ടിട്ട് തന്നെ നിൽക്കുന്നുണ്ട്. ജമന്തി വെള്ള ജമന്തിയാണ്. അപ്പോൾ അതൊക്കെ നന്നായിട്ട് പൂവിട്ട് നിൽക്കുന്നുണ്ട്. പിന്നെ ഓർക്കിഡുകളൊരു 4-5 ഐറ്റം എൻ്റെ കയ്യിലുണ്ട് കേട്ടോ. ഇപ്പോൾ ഓർക്കിഡിൽ മാത്രമാണ് കുറച്ച് പൂവ് കുറവ്. അതെന്താണെന്നാവോ. അതിനും വളമൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. വെള്ള ഓർക്കിഡ് ഉണ്ട് ഇവിടെ കേട്ടോ. നല്ല ഭംഗിയാണ് അതിൻ്റെ പൂവ് കാണാൻ. വെയിലൊക്കെ വന്ന് തുടങ്ങുന്നതേ ഉള്ളൂ കേട്ടോ. വെയിലായി കഴിഞ്ഞാൽ മുറ്റടിക്കാൻ ഒരു രക്ഷയില്ല. നല്ല ചൂടല്ലേ. അപ്പോൾ ഞാൻ വേഗം ചായയും പലഹാരമൊക്കെ ഉണ്ടാക്കിയതിന് ശേഷം വേഗം ഇറങ്ങിയതാണ്. ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ. മറ്റൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം.